ഈ ചൂട് കൂടി വരുന്നു, പലയിടങ്ങളിലും കാട്ടുതീ പടരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ കോഴിക്കോട് ഒരു കുന്നിൽ പെട്ടെന്ന് അവിടുത്തെ അടിക്കാടൊക്കെ കത്തി അമരുകയാണ്. നാട്ടുകാർ വിവരം അറിയിച്ചു, ഫയർഫോഴ്സൊക്കെ തീ അണയ്ക്കുന്നതിനിടയിലാണ് അപ്പോൾ ആ ഒരു പെരുമ്പാമ്പ് ഈ തീയിൽപ്പെട്ടതായി മനസ്സിലാക്കുന്നത്. അതിൻ്റെ തലയുടെ ഭാഗത്താണ് പൊള്ളലേറ്റത്. പക്ഷേ നാട്ടുകാരും ഫയർഫോഴ്സൊക്കെ ചേർന്ന് വേണ്ട ചികിത്സയൊക്കെ, അതിന് പ്രാഥമികമായ ചികിത്സയൊക്കെ നൽകിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുകൂടി നമ്മളുടെ ഷഹീദ് പറയുന്നതാണ് ദൃശ്യങ്ങൾ. അങ്ങനെ മതി. തീർന്നെ ഷഹീദ്, ഇനി അങ്ങോട്ട് നമ്മൾ പലപ്പോഴും കേൾക്കേണ്ട ഒരു വാർത്തയാണ് ഈ കാട്ടുതീ എന്നതൊക്കെ. ഇതിപ്പോൾ അല്ലാത്ത സ്ഥലത്താണ് എങ്കിലും ഈ ഉണങ്ങിക്കിടക്കുന്നതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും തീ പിടിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മിണ്ടാപ്രാണികളൊക്കെ അതിൽ പെട്ടുപോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഈ പെരുമ്പാമ്പിന് ആരോഗ്യം എങ്ങനെയാണ്? അതിനെ വനപാലകർക്കൊക്കെ കൈമാറിയോ? എങ്ങനെയാണ് അതിനെ രക്ഷപ്പെടുത്തിയത്? ദിവിഷ, തീർച്ചയായും ചൂട് കനക്കുകയാണ്. തീപിടുത്തം ഏത് സമയവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പലപ്പോഴും മനുഷ്യരുടെ ഇടപെടൽ കാരണവും അല്ലാതെയും ഒക്കെ തീപിടുത്തം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്ന് മുക്കത്ത് നടന്ന ആ തീപിടുത്തത്തിന് കാരണം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അടിക്കാടിന് തീപിടിക്കുകയായിരുന്നു, സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ്. പക്ഷേ അത് തീയണക്കാനുള്ള ശ്രമത്തിനിടെയാണ് ഈ നാട്ടുകാർക്കും ഒപ്പം തന്നെ അവിടെ തീയണക്കാനെത്തിയ ഫയർഫോഴ്സിനുമൊക്കെ ആ ഒരു രംഗം കണ്ടത്. അതായത് ആ അടിക്കാടിനകത്ത് വലിയൊരു പെരുമ്പാമ്പ് തീപിടുത്തം അല്ലെങ്കിൽ അതിൻ്റെ തലയിൽ അഗ്നിബാധ ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതൊരു കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി, വെള്ളം ഒഴിച്ചു, അതിനെ ആ രീതിയിലുള്ള ചൂടിൽ നിന്നും രക്ഷ കൊടുത്തു. പിന്നീട് വനംവകുപ്പിന് കൈമാറി. അവർ അതിനെ ചികിത്സക്കായി ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. ചികിത്സ ലഭ്യമാക്കുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ തീപിടുത്തത്തിന്റെ ഭാഗമായി മനുഷ്യർക്ക് മാത്രമല്ല മറ്റു ജീവജാലങ്ങൾക്ക്, നമ്മളുടെ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഈ പെരുമ്പാമ്പ് പോലെ അത്തരമുള്ള ജീവജാലങ്ങൾക്കുമൊക്കെ അപകടത്തിൽ പെടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കൂടുതൽ ജാഗ്രതയോടുകൂടി വേണം ഇത്തരം കാര്യങ്ങൾ. ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ അഗ്നിബാധ ഉണ്ടാകുമ്പോൾ അവിടെ മനുഷ്യരാരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളൊരു പ്രാഥമികമായ അന്വേഷണമാണ് നമ്മളൊക്കെ നടത്താറുള്ളത്. പക്ഷേ മനുഷ്യർക്കപ്പുറം വളരെ പ്രാധാന്യമുള്ള ചില ജീവജാലങ്ങളുമൊക്കെ ഉണ്ടാകുമെന്ന് കാണിച്ചു തരികയാണ് മുക്കത്തെ ഈ കാഴ്ച. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു ഉയർന്ന ജാഗ്രത ഈ വിഷയങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ തീപിടുത്തം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഈ രീതിയിൽ നമ്മളെ ശ്രദ്ധയിൽപ്പെടാതെ ഏതെങ്കിലും ജീവജാലങ്ങൾ ഉണ്ടോ എന്നൊക്കെ വളരെ കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട് എന്നൊക്കെ നമുക്ക് വെളിവാക്കി തരുന്നത്. ഏതായാലും കൃത്യമായി ഇടപെടലുണ്ടായി, അതിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. കൂടുതൽ വിദഗ്ധമായ ചികിത്സ അതിന് നൽകാൻ കഴിയുമെന്നാണ് വനവകുപ്പ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ശരി ഷഹീദ്, അപ്പോൾ ഇനി അങ്ങോട്ടാണെങ്കിൽ ഇനിയുള്ള ഈ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ വലിയ അപകട സാധ്യതകളുള്ളതാണ്. അപ്പോൾ നമ്മുടെ അശ്രദ്ധ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാതിരിക്കുക കൂടിയാണ് വേണ്ടത്. ശരി ഷഹീദ്.